ഈ ഘട്ടത്തിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ 24-നൊപ്പം ചേരുകയാണ്. അലോഷ്യസ്, 24 ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം പോലീസിൻ്റെ നടപടി വരുന്നു. 18ഓളം പേരെ പ്രതിപട്ടികയിൽ ചേർക്കുന്നു. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം യൂണിയൻ പ്രസിഡന്റ് അടക്കം പിടിയിലാകുന്നു. തുടർന്ന് വരുന്ന വിവരങ്ങൾ ഈ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് വലിയ രീതിയിലുള്ള മർദ്ദനം ഈ സിദ്ധാർത്ഥന് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇക്കാര്യത്തിൽ KSUവിൻ്റെ പ്രതികരണം? 18-ാം തീയതി സിദ്ധാർത്ഥനെ കെട്ടിത്തൂങ്ങിയ നിലയിൽ ഹോസ്റ്റലിൻ്റെ ബാത്റൂമിൽ കണ്ടതിന് ശേഷം ഇത് മുഖ്യധാര മാധ്യമങ്ങളിലേക്കൊന്നും ഈ വിഷയങ്ങൾ വരുന്നില്ല. 22-ാം തീയതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 24 ഉൾപ്പെടെ തുടക്കം മുതൽ ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം വലിയ മാധ്യമങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കുകയും വലിയ ഒരു ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലേക്കും പോയി. കേരളീയ പൊതുസമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ ആകെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആൾക്കൂട്ട കൊലപാതകമാണ് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അതിൽ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്താണ് അവർ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ തന്നെ അപമാനകരമായ രീതിയിലേക്ക് ഇതിൻ്റെ ഉള്ളറകളിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളെല്ലാം ഓരോ ദിവസം ദിനം പ്രതി പുറത്തേക്ക് വരികയാണ്. വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർച്ചയായി കേരളത്തിലെ SFI അടക്കി ഭരിക്കുന്ന ഹോസ്റ്റലുകളിൽ നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറേയേറെ നാളുകളായി KSU നടത്തുന്ന ആരോപണമാണ്. അത് ഏറ്റവും ഒടുവിൽ ഇന്ന് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ഹോസ്റ്റലുകളിലും ഇതിലും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ SFI ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമല്ല അവർക്കെതിരെ വിരൽ ചൂണ്ടുന്ന, അവരെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പോലും നേരിടേണ്ടി വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ഈ പ്രതികൾക്ക് ലഭിക്കുന്നതായി നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. തുടക്കം മുതൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം അവിടുത്തെ പോലീസ് അധികാരികൾ, പ്രാദേശികമായിട്ടുള്ള പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആ പോലീസ് എത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കണം, അന്വേഷണം നടത്തണമെന്ന് നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CPM നേതൃത്വമാണ്. അതിനെ നിയന്ത്രിക്കുന്നത് SFI ആണ്. അതുകൊണ്ടാണ് ഇത്രയേറെ ദിവസങ്ങളായിട്ട് മുഴുവൻ പ്രതികളെ പോലും പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. 22-ാം തീയതി 12ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും 23-നും 24-നും ഈ വിദ്യാർത്ഥികൾ സ്വൈര്യവിഹാരമായി ക്യാമ്പസിൽ നടത്തുന്നുണ്ട്. അപ്പോൾ വലിയ സംരക്ഷണം ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പിന്നോട്ട് പോകണം, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനിയും കേരളത്തിലെ ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ ഉണ്ടായിക്കൂടാ എന്നൊരു ആവശ്യം കൂടിയാണ് KSUവിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഏതായാലും വേണു, ഈ ഘട്ടത്തിൽ KSUവിൻ്റെ നിലപാട് വ്യക്തമാണ്. അതായത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ളതാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ 24-നോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ആ റിപ്പോർട്ടിൽ കൃത്യമായി ഏതൊക്കെ തരത്തിലുള്ള മർദ്ദനങ്ങളാണ് സിദ്ധാർത്ഥൻ ആ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് നേരിട്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ 4ഓളം ഇടങ്ങളിൽ ചെന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സിദ്ധാർത്ഥനെ നഗ്നനാക്കി മർദ്ദിച്ചു, ബെൽറ്റ് കഴുത്തിൽ മുറുക്കി മർദ്ദിച്ചു. മർദ്ദിക്കാൻ തയ്യാറാകാതിരുന്ന വിദ്യാർത്ഥികളെ ഉറങ്ങിയിടത്തു നിന്ന് ഉറക്കം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിപ്പിച്ചു. ഒപ്പം തന്നെ ഈ സിദ്ധാർത്ഥനെ കൊണ്ട് നിലം തുടപ്പിച്ചു. അങ്ങനെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വലിയ കഥകളാണ് ഈ ഹോസ്റ്റലിലെ തന്നെ വിദ്യാർത്ഥികൾ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴിയായി രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഈ ഹോസ്റ്റൽ ചുറ്റുപാട്, അതായത് ഈ ഹോസ്റ്റൽ എന്നുള്ളത് കോളേജ് യൂണിയൻ്റെ ഒരു സമാന്തര കോടതിയാണ് എന്നും ഈ വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ കോളേജിനകത്ത് നടക്കുന്ന, ഹോസ്റ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിന് പുറത്തേക്ക് പോകാൻ പാടില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ കോളേജ് അധികൃതരിലേക്ക് എത്തിയാൽ ഇവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകേണ്ട ഒരു സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിലവിൽ ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തലായി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിലവിൽ 31 പേർക്കെതിരെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് നടപടിയെടുത്തിട്ടുണ്ട്. ഇന്ന് 12 പേർക്കെതിരെയാണ് നടപടി വന്നത്. അതിൽ 10 പേർക്ക് 1 വർഷത്തെ പഠന വിലക്കുണ്ട്. 2 പേരെ ഇൻറ്റേർണൽ പരീക്ഷകളിൽ നിന്ന് വിലക്കാനുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ റാഗിങ്, ഈ സിദ്ധാർത്ഥൻ നേരിട്ട പീഡനം, ക്രൂരത, ഇത് കണ്ടു നിന്നവർക്കെതിരെയും ഇതിനോട് പ്രതികരിക്കാത്തവർക്കെതിരെയും ഇത് വേണ്ട രീതിയിൽ അധികൃതർക്ക്
മുന്നിലേക്ക് എത്തിക്കാതിരുന്നവർക്കെതിരെ കൂടിയാണ് നിലവിൽ നടപടി വരുന്നത്. UGCയുടെ ചട്ടമനുസരിച്ച് റാഗിംഗ് നടക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടി ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഇത് ഈ കോളേജ് യൂണിയനിലെ വിദ്യാർത്ഥികളെ ഭയന്നാണ്, യൂണിയന്റെ ഭാരവാഹികളെ ഭയന്നാണ് എന്നുള്ളതാണ് നിലവിൽ ഈ ഹോസ്റ്റലിലെ മറ്റ് അന്തേവാസികൾ പറയുന്നൊരു വിവരം. ഈ ഹോസ്റ്റലിൽ ഇപ്പോൾ കേവലം രണ്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഹോസ്റ്റലിലുള്ളത്. മറ്റ് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഹോസ്റ്റൽ വിടുന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. ഈ വിവരം ആദ്യം പുറത്തറിയിക്കുന്നത്, ഈ സിദ്ധാർത്ഥൻ്റെ മരണവിവരം പുറത്തറിയിക്കുന്നത് ഇതര സംസ്ഥാനത്തുള്ള, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ്. അവർ മുഖാന്തരമാണ് ഈ വിവരം പുറത്തേക്ക് എത്തുന്നത്. അവരും ഈ ഹോസ്റ്റലിൽ നിലവിലില്ല. അവർ ഈ ആക്രമണത്തെ ഭയന്നുകൊണ്ട് അവർ ഈ സംസ്ഥാനം തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ഒരു മൊഴി കൂടി വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് കോളേജ് അധികൃതർക്കു നേരെയാണ്. കോളേജ് അധികൃതർ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ഈ ഹോസ്റ്റൽ വാർഡൻ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും നടപടിയെടുക്കാഞ്ഞത്, മുകളിലുള്ള ആൾക്കാരോട്, കോളേജ് അധികൃതരോട് ഇക്കാര്യങ്ങൾ പറയാതിരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർവകലാശാല ഈ ഒരു വിഭാഗങ്ങളിലുള്ളവർക്ക് നേരെ, അതായത് ഈ ഹോസ്റ്റൽ വാർഡനെതിരെയോ അല്ലെങ്കിൽ മറ്റാർക്കെതിരെയോ നടപടി നിലവിൽ എടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. കൂടുതൽ അന്വേഷണം, പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് നടക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഡിൻസൺ ജോൺസ്, നിലവിൽ മുഖ്യപ്രതിയായ ഡിൻസൺ പിടിയിലായത്, കൊല്ലത്ത് നിന്ന് പിടിയിലായത്. ഒപ്പം മറ്റു പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. നിലവിൽ 12 പേരാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ള 6 പേർക്ക് കൂടിയുള്ള തിരച്ചിൽ കാര്യക്ഷമമായി ഊർജിതമായി നടക്കും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു മറുപടി. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.